നമസ്കാരം. എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, പുതിയൊരു വർഷം നമ്മുടെ മുമ്പിൽ ഉദയം ചെയ്യാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി 2026. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി ഗുരുജി കുറച്ച് ലളിതമായിട്ട് നമുക്ക് പരിശീലിക്കാവുന്ന കുറച്ച് ടിപ്സുകളെ കുറിച്ച് നൽകിയിട്ടുണ്ട്. ഒന്ന് പ്രാക്ടിക്കൽ ലെവലും പിന്നൊന്ന് ആറ്റിറ്റ്യൂഡ് ലെവലിലുമാണ്. പ്രായോഗികമായിട്ടും അതുപോലെ നമ്മുടെ മനോഭാവത്തിലും വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളാണ് ഗുരുദേവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്കൊന്ന് കിടക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആ ഒരു പുതുവർഷത്തിൻ്റെ പുലരി ഒരു പൊൻപ്രഭാതം വിടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിൻ്റെ ആശംസയായി, വിണ്ണിൻ്റെ ആശംസയായി, സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിൻ്റെ ആശംസയായി, വിണ്ണിൻ്റെ ആശംസയായി, വിണ്ണിൻ്റെ ആശംസയായി. ഒരു പൊൻപ്രഭാതം, പ്രതീക്ഷയുടെ, സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ ഒരു പൊൻപ്രഭാതം പുതുവർഷമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഗുരുദേവ് പറഞ്ഞ ഏറ്റവും ലളിതമായിട്ടുള്ള നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിലൊന്നാമത്തെ വഴിയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ കുറയ്ക്കുക, ഉത്തരവാദിത്തങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ രണ്ട് എക്സ്ട്രീമും നമ്മൾ പോയിട്ട് കാര്യമില്ല. അതായത് ഉത്തരവാദിത്തങ്ങളും ആവശ്യങ്ങളും കൊണ്ട് പിരിമുറുക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതം എന്താവും? വളരെ വീർപ്പ് മുട്ടുന്നതാവും. എന്നാൽ ഇത് രണ്ടുമില്ല, പൂർണ്ണമായിട്ട് അയഞ്ഞ് എല്ലാ ഒന്നുമില്ല, ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാനില്ല, ഒരാവശ്യങ്ങളുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനത്തെ ഒരു എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർ. ഒരു അയഞ്ഞ തന്ത്രിയിൽ ഒരിക്കലും സംഗീതം വരില്ല അല്ലേ? വലിച്ചു മുറുക്കിയ തന്ത്രിയിൽ നിന്നും സംഗീതം വരില്ല, അത് പൊട്ടിപ്പോവും. അയഞ്ഞ തന്ത്രിയാവുമ്പോൾ അതിൽ ശബ്ദം വരില്ല. കൃത്യമായിട്ട് ട്യൂൺ ചെയ്തു വെച്ച തന്ത്രികൾ പോലെ, ഒരു വീണയുടെ തന്ത്രികൾ പോലെ ഒരു കൂട്ടുഗുരുദേവ് പറയാണ്, എന്താ? ആവശ്യങ്ങൾ കുറച്ച് കൊണ്ടുവരണു, ഉത്തരവാദിത്തങ്ങൾ കൂട്ടിക്കൊണ്ടുവരണു. അങ്ങനെ ഒരു സ്റ്റേറ്റ്, ആവശ്യങ്ങൾ കുറഞ്ഞും ഉത്തരവാദിത്തം കൂടിയുമുള്ള സ്റ്റേറ്റ്, അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അകത്തും പുറത്തും എങ്ങനെയാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാനുള്ളൊരു നല്ലൊരു ടിപ്പാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ. രണ്ടാമത്തത്, നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ളവരെ നോക്കുക. ശരിയാണ് അല്ലേ? നമ്മൾ എപ്പോഴും നമ്മളെക്കാൾ സമ്പത്തുള്ളവർ, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ, നമ്മളെക്കാൾ അന്തസ്സുള്ളവർ, പണമുള്ളവരെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ? നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ളവർ, നമ്മളുടെ അത്ര പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചറിവ് നമുക്കതിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെക്കാൾ പ്രശ്നങ്ങളും ദുഃഖങ്ങളുള്ള ആൾക്കാരെ കാണുമ്പോൾ എന്തുണ്ടാവണേ? നമ്മുടെ ദുഃഖം എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കാനും കഴിയും. നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി കൂടി നമുക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് അറിയാൻ പറ്റും. ആ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ വളരെ എന്താവും? നമ്മൾ സ്റ്റെബിലൈസ്ഡ് ആവും നമ്മുടെ ലൈഫ് അല്ലേ? ഒരു പൂ കണ്ടു കഴിഞ്ഞാൽ, ഒരു തെന്നൽ വന്നു കഴിഞ്ഞാൽ, ഒരു കിളി കൂവുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇതിലൊക്കെ ഒരുപാട് സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അനുഭവിക്കാനും കൂടുതൽ നമ്മൾ സ്വസ്ഥതയിലേക്ക് വരാനുമൊക്കെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ അയവിറക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല അല്ലേ? അതെ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യഹാരം, പൂക്കളും പുഴകളും പൂനിലാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം,
പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യഹാരം, പൂക്കളും പുഴകളും പൂനിലാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം. ഓഹോ ഓ ദേവലോകരഥവുമായി തെന്നലെ തെന്നലെ തെന്നലെ, തേടി വന്നതാരെ നീ തെന്നലെ തെന്നലെ തെന്നലെ. ദേവലോകരഥവുമായി തെന്നലെ തെന്നലെ തെന്നലെ, തേടി വന്നതാരെ നീ തെന്നലെ തെന്നലെ തെന്നലെ. ഓഹോ 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 പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യഹാരം, പൂക്കളും പുഴകളും പൂനിലാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം. പൂനിലാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം. നമുക്ക് ചുറ്റും ഒരുപാട് ആനന്ദം കളിയാടുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് അപ്സെറ്റ് ആണെങ്കിൽ, അന്തരംഗം കലുഷിതമാണെങ്കിൽ ഒരിക്കലും നമുക്കതിനൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഗുരുജി പറഞ്ഞ കഴിഞ്ഞു പോയ കാലങ്ങളിൽ കിട്ടിയ അസുഖകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്നും മുക്തി ആവശ്യമാണ്. നമ്മളെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവാം. നമുക്കൊരുപാട് മുറിവുകൾ തന്നിട്ട് അവരൊക്കെ പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കാം, ഒരു സംഭവ പരമ്പര തന്നെ ആയിരിക്കാം. ഇത് നമ്മളെ വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരുന്നാൽ അവിടെ നമുക്ക് സ്വസ്ഥമാകാൻ കഴിയില്ല. നമ്മളൊരുപാട് ആ ഒരു ട്രോമ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ, അവരാണ് ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സ്, യോഗ, നമ്മുടെ മെഡിറ്റേഷൻ, ആർട്ട് ഓഫ് ലിവിങ് കോഴ്സൊക്കെ വലിയൊരു എക്സാമ്പിളാണ് ഇങ്ങനത്തെ ട്രോമയൊക്കെ കുറയ്ക്കാനായിട്ട്. സുദർശന ക്രിയ, ധ്യാനം, ഇതൊക്കെ അഭ്യസിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെസ്, അങ്ങനത്തെ ട്രോമയൊക്കെ ശരിക്കും കുറഞ്ഞു വരും. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ മെഡിറ്റേഷനിലേക്കൊക്കെ മുഴുകുമ്പോൾ കൂടുതൽ നമുക്ക് ഈ ട്രോമ കുറഞ്ഞ് നമ്മൾ സ്വസ്ഥമാകും. നമ്മൾ കാണുന്ന പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, ഇതിൻ്റെ കോമ്പിനേഷനാണ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? ഇത് രണ്ടും മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇതൊരിക്കലും ശാശ്വതമല്ല. പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, നല്ല അനുഭവങ്ങളായിക്കോട്ടെ, ചീത്ത അനുഭവങ്ങളായിട്ടെ, മോശം അനുഭവങ്ങളായിക്കോട്ടെ, ഇതൊന്നും ശാശ്വതമായിട്ട് നിൽക്കുന്നതല്ല. ഗുരുജി അടുത്ത് പറയുന്നതാണ്, എല്ലാം എന്താണ്? അനിത്യമാണ്. അനിത്യമാണ്. കണ്ണിൽ കാൺമത് കനവായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും? ഒന്നു നിലയ്ക്കും മറ്റൊന്നാകും, മണ്ണിതുമായ നാടകരംഗം. കണ്ണിൽ കാൺമത് കനവായി മറയും, കാണാത്തതു നാം എങ്ങനെ അറിയും? ഒന്നു നിലയ്ക്കും മറ്റൊന്നാകും, മണ്ണിതുമായ നാടകരംഗം. അടുത്ത കാര്യമാണ് ജീവിതത്തിനെ ഒരു വലിയ ലക്ഷ്യത്തിനായിട്ട് സമർപ്പിക്കുക. ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ഫോർ എ ലോങ് ലാസ്റ്റിംഗ് പർപ്പസ് ഓർ എയിം. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. എനിക്ക് മാത്രമെന്നല്ല, ലോകത്തിന് മൊത്തം അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിക്ക് മൊത്തം ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് ഗുരുദേവ് പറയുന്നത്, സന്തോഷത്തിലേക്ക് എത്താനുള്ള താക്കോൽ ഇതാണ്. എന്താണ്? ഞാൻ, എനിക്ക്, എൻ്റെ എന്നീ ചിന്തകളിൽ ഒട്ടിപ്പിടിക്കാതെ ജീവിതത്തെ വലിയൊരു ലക്ഷ്യത്തിനായി
മാറ്റിവെക്കുക. അത്രത്തോളം സേവ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും ആ സാന്നിധ്യവും അതിൻ്റെ അനുഗ്രഹവും നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. അനന്തതയും ആനന്ദവും കൃപയുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. This whole universe is composed of space and grace. സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ധ്യാനത്തിലൂടെ, സാധനാനുഷ്ഠാനം, യോഗ ഉൾപ്പെടെ സാധനാനുഷ്ഠാനങ്ങളിലൂടെ. ഗ്രേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്ത് ചെയ്യുക? സർവീസിലൂടെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ, ലോകത്തിന്, സൊസൈറ്റിക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബിക്കം എ വാലി ഓഫ് ഫ്ലവേഴ്സ്. മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ഷഹാന പാടി. ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാനിൽ, കനവറിയാതെ ഏതോ കിനാവ് പോലെ. മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ഷഹാന പാടി. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. വീണ്ടും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ജയ് ഗുരുദേവ്.